പല രീതിയിൽ അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഷഡ്കർമ്മങ്ങളിൽ ഒന്നും കൂടിയാണ് വശ്യം. രഹസ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ പ്രയോജനം. എല്ലാം സ്നേഹമാണ്, പ്യുവർ ലവ് കൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോ എന്ന് പറയണമെന്ന് ഒരുപാട് തവണ വിചാരിച്ചാലും അവരൊഴുക്കിൽപ്പെട്ട ഇല പോലെ അയാളുടെ ഡിസയറിലേക്ക് നമ്മൾ ചെന്ന് ചേരും. മനസ്സിനെ ഒരു ഏകാഗ്രതമായിട്ട് നിർത്താനും നഷ്ടപ്പെട്ടത് എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ഒരു ഒരുക്കം നമ്മുടെ മനസ്സിലില്ലാത്തിടത്തോളം കാലം വശ്യത്തെ തേടി ആളെത്തും. വിട്ടുപോയതെല്ലാം നമുക്കുള്ളതല്ല, നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ എത്തും എന്നുള്ള ഒരു മനസ്സിന്റെ പക്വത നമുക്ക് നേടിയെടുക്കുന്നത് വരെ നമ്മൾ വശ്യത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടേയിരിക്കും. വശ്യം എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായൊരു പരിഹാരം അല്ല. വശ്യം ഒരു പിടിച്ചു മേടിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വളരെ സൂക്ഷിച്ചു വേണം എന്നേ ഞാൻ പറയുള്ളൂ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ജ്യോതിഷിയായ ശ്രീമതി ജ്യോതി സത്യൻ മാഡമാണ്. മാഡം നമസ്കാരം. നമസ്കാരം. മാഡം, ഈ ഒരാളുടെ ചിന്തകൾ കൊണ്ട് മറ്റൊരാളെ ബന്ധിക്കുന്നതാണോ ഈ വശ്യം എന്ന് പറയുന്നത്? വശ്യം എന്ന് പറഞ്ഞാൽ പലതുണ്ട്. ഇപ്പം നമുക്ക് പല രീതിയിൽ അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഷഡ്കർമ്മങ്ങളിൽ ഒന്നും കൂടിയാണ് വശ്യം. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്, ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വശ്യത്തിൻ്റെ പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ്. ബ്ലാക്ക് മാജിക് സ്റ്റൈലിലുള്ള താന്ത്രിക അതിലേക്ക് ഇച്ചിരി തരം താന്നിട്ടുണ്ട്. വശ്യം എന്ന് പറയുന്നത് ശരിക്കും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിലൊരു ആകർഷണീയത ഉണ്ടാകുക. ആ വ്യക്തിക്ക് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ചെന്ന് നിന്നാൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ കൊള്ളാം, ഇവരെ ഒന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില മന്ത്രതന്ത്രങ്ങളും ജപങ്ങളും ആ രീതിയിലാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് പോകുന്നത്. ദേവി ഉപാസനകൾ നിരന്തരമായിട്ട് ദേവി മഹാത്മ്യം വായിക്കുന്ന ആൾക്കാർ, പാരായണം ചെയ്യുന്ന ശുദ്ധിയോടുകൂടി അത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റില്ല. അവരുടെ ഓറ അത്ര അതിശക്തമായിരിക്കും. അപ്പം അങ്ങനെ ആയിരുന്നു പണ്ടുള്ളവർ വശ്യം ആ വ്യക്തിയിൽ സ്വയം വശ്യത്തെ അതിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് അവരുടെ വാക്കുകൾക്ക് ഒരു ആകർഷണീയത, അവർ സമൂഹത്തിലും അവരുടെ വ്യക്തിത്വത്തെ ഒരു അംഗീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വയം ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുക, ആ രീതിയിലൊക്കെ അതിനുവേണ്ടി മന്ത്രതന്ത്രങ്ങളും ഉപാസനകളും ചെയ്ത് വശ്യം സ്വയം ഉണ്ടാക്കിയെടുക്കുക. അത് തെറ്റില്ലാത്ത കാര്യമാണത്. അതിന് പക്ഷേ കുറച്ച് സമയവും സാവകാശവും കാര്യങ്ങളും ഒക്കെ വേണം, പെട്ടെന്ന് വരുന്നതല്ല. പിന്നീട് വരുന്നതാണ് ഈ താന്ത്രികമായിട്ട് നമ്മൾ വശ്യം ചെയ്യുന്നത്. മന്ത്രങ്ങളും തന്ത്രങ്ങളും തകിടുകളും അങ്ങനെയുള്ള രീതി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു വ്യക്തി ഇപ്പം എനിക്ക് എലിസബത്തിനെ ഇഷ്ടമാണ്, എലിസബത്തിന് എന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേളയിൽ ഞാനും എലിസബത്തും തമ്മിൽ തെറ്റി, ചിലപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കാം, എന്നാൽ പോലും ഞാനത് അംഗീകരിക്കാൻ തയ്യാറല്ല, എനിക്ക് അവളെ വേണം. ആ രീതിയിൽ പഴയതുപോലെ അല്ലെങ്കിൽ പോലും എൻ്റെ അടിമയാകണം, ഞാൻ പറയുന്നതനുസരിച്ച് വിട്ടുപോകാൻ പാടില്ല. ഞാൻ അവൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് അവൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു പാവ പോലെ, ഒരു റിമോട്ട് കൺട്രോളർ വെച്ചിട്ട് ചലിക്കുന്ന ഒരു പാവ പോലെ അവളെ ആക്കാൻ വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കാം, മന്ത്രങ്ങൾ ഉപയോഗിക്കാം, കുറിക്കൂട്ടുകൾ ഉപയോഗിക്കാം, ഏലസുകൾ ഉപയോഗിക്കാം. അതൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ അതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ ഒരു വശ്യം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പണ്ടൊക്കെ ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വശ്യം തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു, ഏലസുകൾ ഉപയോഗിച്ചിരുന്നു, മന്ത്രങ്ങളും കുറിക്കൂട്ടുകളും ഉപയോഗിച്ചിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ ചിലപ്പോൾ അകന്നു പോകാതിരിക്കാൻ വശ്യപൂരിതം നമ്മൾ നോക്കുന്നുണ്ട് വിവാഹത്തിൽ. അപ്പോൾ ദമ്പതികൾ അതിനും എന്നാൽ പോലും ചിലപ്പോൾ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ, ചില ദശാകാലങ്ങളിൽ, ചില ഇത് വരുമല്ലോ, ഓരോ ഇതിൻ്റെ ഇടയിൽ വരുന്ന ദശാകാലങ്ങൾ, അങ്ങനെയുള്ള സമയത്തൊക്കെ ചിലപ്പോൾ അകൽച്ച വരാം എന്ന് നേരിട്ട് മുൻകൂട്ടി ജ്യോതിഷികൾ കാണുകയും ആ സമയത്ത് ഇവർക്കൊരു വശ്യത്തിൻ്റെ തകിടുകയോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. കാര്യങ്ങൾക്കൊരു കാലാവധി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ ബിസിനസ്സിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഇന്നത്തെ കാലത്ത്. അതായത് ഒരു കസ്റ്റമർ നമ്മളുടെ കടയിലാണെങ്കിൽ, ഒരു കടയാണ്, ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ സ്ഥിരം അവിടെ നിന്ന് തന്നെ വാങ്ങുക.
നമുക്കങ്ങനെ തോന്നണം ആ ഷോപ്പിൽ നിന്ന് മതി. അവിടെ നിന്ന് എല്ലാ കടകളിലും ഇതേ സെയിം സംഗതി കിട്ടുമായിരിക്കും, സെയിം ബ്രാൻഡ് ആയിരിക്കും, എന്നാൽ പോലും അവിടേക്കൊരു ആകർഷണം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണെങ്കിൽ അവിടെ വരുമ്പോൾ ഒന്ന് അറിയാതെ അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഒരു സജഷൻ അപ്പോൾ വരും അവിടെ നിന്ന് വാങ്ങാം. അങ്ങനെയുള്ള തന്ത്രങ്ങളുണ്ട്. അതിനുള്ള മാന്ത്രിക വിദ്യകൾ തന്ത്രങ്ങളായിട്ട് താന്ത്രികമായിട്ട് ഏലസുകൾ ഒക്കെ വെക്കാറുണ്ട്. ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. മോഹിനി വിഷയം പോലുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ബിസിനസ്സിന് വളർച്ച ഉണ്ടാകാൻ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പൊ ബിസിനസ്സിൽ ആള് കൂടുമ്പോഴും അതുപോലെ തന്നെ ക്ലയന്റിന് നമ്മളോടൊരു ചേർന്ന് പോകണമല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് കച്ചവടം, ഈ സ്ഥലക്കച്ചവടങ്ങൾ, അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫൾട്ടുള്ള സ്ഥലമായിരിക്കാം, വഴി പ്രോപ്പറായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെറിയ മൈനർ മിസ്റ്റേക്സൊക്കെ ഉണ്ടായിട്ട് പലപ്പോഴായിട്ട് ഇങ്ങനെ കച്ചവടം സെയിൽ നടക്കാതെ പോകുന്ന വീടുകൾ, സ്ഥലങ്ങൾ, പെട്ടെന്നൊന്നും സ്ഥലം വിറ്റുപോവില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ അയലോക്കത്തുള്ള ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു അതിർത്തി തർക്കങ്ങൾ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഇത് ഇതാന്ന് പറഞ്ഞ്, അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ വശ്യത്തിൻ്റെ തകിടുകളും ആ ഭൂമിയിൽ സ്ഥാപിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് സെയിൽ നടക്കാന്നല്ല, ആ ഭൂമി കാണാൻ വരുന്ന ആൾക്ക്, ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ അതേപോലെ തന്നെ ആരാണോ എതിർക്കുന്നത് ആ സമയത്ത് ആ വ്യക്തി എതിർപ്പിന് വരാതിരിക്കുക, ഇയാളെ കാണാതെ പോവുക, അല്ലെ കണ്ടാൽ തന്നെ അയാൾക്ക് സമയം ഉണ്ടാകാതെ വരിക, ഇയാളോടത് ചർച്ച ചെയ്യാൻ സ്ലിപ്പായി പോവുക. അങ്ങനെ ഏതെങ്കിലുമൊക്കെ അനുകൂലാവസ്ഥ വന്നിട്ട് ആ സ്ഥലം വിറ്റുപോകും. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ഈ സ്ഥലം. അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ ആകർഷണം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈവൺ കോർട്ടിലൊക്കെ നല്ല അഡ്വക്കേറ്റ്സ് വാദിക്കുന്ന സമയത്ത് അവരുടെ ആ പ്രോപ്പർ സമയത്ത് അവർ പറയുന്ന വാക്കുകൾക്ക് എല്ലാ നിയമങ്ങളും അറിയാൻ പറ്റും. പക്ഷെ ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടാനും അതിൻ്റെ ഓരോ പോയിൻറ്റ്സും കറക്റ്റായിട്ട് വന്ന് വീഴാനും ഒക്കെ അവരും ഈ മന്ത്ര ഏലസുകളൊക്കെ ധരിച്ച് കുറിക്കൂട്ടുകളൊക്കെ ഇട്ട് പോകുന്നവരുമുണ്ട്. രഹസ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും പ്രധാനമായിട്ട് ഇതൊക്കെ വിശ്വാസങ്ങളാണ്. വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം. തീർത്തും വിശ്വാസം ഇല്ലാതെ ഞാനൊരു കുറിക്കൂട്ടത്സവത്തിന് വന്നു വിട്ടാൽ അതിൽ വലിയൊരു പ്രയോജനം വരില്ല. അപ്പം വിശ്വാസവും ഇതിൻ്റെ താന്ത്രികമായ വശങ്ങളും ഒരു കോൺഫിഡൻസിൻ്റെയും കൂടെ ഒരു തീർച്ചയായിട്ടും. ആ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു ഓറ, അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ് വരുമ്പോഴാണ് എനിക്കത് കിട്ടുന്ന ബലമായി ഞാൻ വിശ്വസിക്കുമ്പോൾ അതിനനുയോജ്യമായ മറ്റൊരു ഘടകവും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ 100% നമുക്ക് വിജയം ഉണ്ടാവും. അതുപോലെ ഈ വശ്യം ഏറ്റ ഒരു വ്യക്തി, അതായത് ആ ഒരു വ്യക്തിക്ക് പലപ്പോഴും അവർക്കുണ്ടാവുന്ന ഒരു സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ നമ്മൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ പലപ്പോഴും അവിശ്വസനീയമായിട്ട് തോന്നിപ്പോയേക്കാം. അപ്പോൾ അങ്ങനെ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പൊതുവിൽ? വശ്യം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് മാജിക് പോലെ ഒരാളെ അയാളുടെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഓടി അകന്നു പോയിട്ടുണ്ടാകാം. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുള്ള ആൾക്കാർ, എനിക്ക് അങ്ങനത്തെ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് പിന്നെ മനഃപൂർവ്വം അവർ എന്താ പറയുക, വേണ്ട ഈ ജോലി ഇവിടെ വേണ്ടാന്ന് ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ടുണ്ടാവും, അവരകന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് ഇപ്പോഴും അവർ ചിലപ്പോൾ സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല, റിവഞ്ച് ആയിരിക്കും. എല്ലാം സ്നേഹമാണ്, പ്യുവർ ലവ് കൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവൾ അങ്ങനെ എന്നെ വിട്ടിട്ട് പോകണ്ട, എൻ്റെ ഇഷ്ടത്തിന് നിന്നാൽ മതി, ഇത്രയും കാലം ഞാൻ പറഞ്ഞ അനുസരിച്ചെങ്കിൽ ഇനി അങ്ങനെ പോകണ്ട. ഒരു സ്വാർത്ഥത ഭയങ്കര ഷാർപ്പായിട്ട് അങ്ങനെ ഒരു റിവഞ്ചായിട്ടൊക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും വേട്ടയാടപ്പെടുന്ന പോലെ നമ്മളെ അതിനുവേണ്ടി എന്തും ചെയ്യാനും എത്ര മന്ത്ര സാധന എടുക്കാനും. ഇത് പെട്ടെന്നൊന്നും അല്ല, ഇത് തന്ത്രങ്ങൾ എഴുതിയ ഏലസുകൾക്ക് പകരം നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുകയും വേണം. ഈ വ്യക്തി ഒരു സാധനാക്രമമൊക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമാണ് ഒരു വ്യക്തിയുടെ ഓറയിലേക്ക് കടന്നു ചെന്നിട്ട് അയാളുടെ എന്താ പറയുക, ഇച്ഛയ്ക്ക് അനുസരണമായിട്ടല്ല അപ്പോൾ വരുന്നത്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അല്ല. ആ വ്യക്തി അപ്പൊ ഇയാള് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് അയാൾക്കൊരു ചിന്ത ഇല്ലാതാവുക. അതായത് ഒരു മൂഢത വന്ന് മടി, അലസത. പിന്നെ ഇവർ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ പലവട്ടം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഡിസ്കണക്ട് ചെയ്യണം അല്ലെങ്കിൽ എടുക്കരുത് എന്നൊക്കെ വിചാരിച്ചാലും പെട്ടെന്ന് ഒരു ഷിവറിങ് പോലെ വരിക, നമുക്ക് തന്നെ ഒരു ഡിസീനസ് വന്നിട്ട് നമ്മളറിയാതെ അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പം അയാൾ ചിലപ്പോൾ നാളെ നീങ്ങി കയറി വാ
ഞാനിവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നോ എന്ന് പറയണമെന്ന് ഒരുപാട് തവണ വിചാരിച്ചാലും അറിയാതെ ആ ഒരു അവരൊഴുക്കിൽപ്പെട്ട ഇല പോലെ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. അയാളുടെ ഡിസയറിലേക്ക് നമ്മൾ ചെന്ന് ചേരും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഒരു എന്താ പറയുക കോൺഫിഡൻസ് ലെവൽ ഒട്ടും ഉണ്ടാവില്ല, ഭയം ഉണ്ടാവും. ഇപ്പം ഈ വിളിക്കുന്ന ആളെ അനുസരിക്കാതിരിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല, ഭയമാണ്, ഭയം വരും. എന്തോ ഒരു ഭയം, എന്തോ എന്നെ വേട്ടയാടുന്ന പോലെ, അല്ലെ എന്നെ എന്തോ പിന്തുടരുന്നത് പോലെ. പിന്നെ ഉറക്കമില്ലായ്മ വരിക. പിന്നെ ഉറക്കത്തിലാണെങ്കിലും ദുസ്വപ്നങ്ങൾ, ഈ കറുത്ത പട്ടിയൊക്കെ ഓടിച്ചിടുന്നത് പോലെയും, പിന്നെ ഈ വന്ന ആള് നമ്മളെ രക്ഷിക്കുന്നത് പോലെയും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് നിന്നാൽ എനിക്ക് ഈ അനുഭവിക്കുന്ന വ്യക്തിക്കും അറിയാം എന്തോ പെശക അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള. പലരും എന്നോട് പറഞ്ഞിട്ട് അവൻ എൻ്റെ എന്തോ ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായി ഞാൻ അവനെ വേണ്ടാന്ന് വയ്ക്കും തോറും അതിശക്തമായി എനിക്ക് അവനിലേക്ക് ആരോ വലിച്ചടിപ്പിക്കുന്നു. ആ ഒരു അപ്പോൾ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഒരു വ്യക്തിയുടെ ഇച്ഛയ്ക്ക് അനുസരണമല്ലാതെ നമ്മളൊരു പ്രതികാര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഒരു സ്വാർത്ഥതയ്ക്ക് പാത്രമായിക്കൊണ്ട് വേറൊരു വ്യക്തിയെ തന്നിലേക്ക് അടുപ്പിക്കുക മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനൊരു കാലാവധിയും കൂടിയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നും സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വ്യക്തി ഒരു പരിധി കഴിഞ്ഞ് വിട്ടുപോയ ആൾ തിരിച്ചു വരികയും വീണ്ടും കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ട് ഇവർ തമ്മിലുള്ളൊരു ഇതുണ്ട്, ഭിന്നത അവിടെയുണ്ട്. അപ്പം ആ ഭിന്നത നിലനിൽക്കുമ്പോഴും ഇങ്ങനെ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ചിലരതിൽ സക്സസ് ആവും, വീണ്ടും റീയൂണിയൻ ഉണ്ടാകാം. ചിലരത് വിട്ടുപോയിട്ട് വീണ്ടും വശ്യത്തിന് വേണ്ടി വരികയും അങ്ങനെയും വന്നിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പം ഞാനെപ്പോഴും പറയുന്നത് വശ്യം നമ്മൾ ചെയ്യുമ്പോൾ പരസ്പരം ചേർന്ന് ചില ജീവിതങ്ങൾ, ചില മനുഷ്യർ തമ്മിൽ കണ്ടുമുട്ടുന്നത് സ്നേഹത്തിന് വേണ്ടിയല്ല. നമ്മൾ വിചാരിക്കും അത് സ്നേഹത്തിനാണ്. നമ്മൾ തമ്മിൽ കണ്ടത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ക്വാളിറ്റി ടൈംസ് പങ്കുവച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഒടുവിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോയിട്ടും ഉണ്ടാകാം. ഇത് ശരിക്കും ഒരു കാർമിക് ലെസൺ തരാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ ഒരു തലത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതൊരു കാർമിക് ലെസനാണ്. ആ ലെസൺ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. അതാണ് പ്രകൃതി നിയമം. പക്ഷേ നമ്മളുടെ സ്വാർത്ഥതയും ഇപ്പോഴുള്ള കുറേ ഫെസിലിറ്റിയും ഒക്കെ വെച്ചിട്ട്, പിന്നെ മണിയാണല്ലോ, മണി മൈൻഡഡ് ആയിട്ടുള്ള നമുക്കിത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ആർക്കും ആ ഒരു വേദന എന്നുള്ളത് താങ്ങാൻ പറ്റത്തില്ല. അതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാലഘട്ടങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്ന ആൾക്കാരും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നത് മനസ്സിനെ ഒരു ഏകാഗ്രതമായിട്ട് നിർത്താനും നഷ്ടപ്പെട്ടത് എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരുക്കം നമ്മുടെ മനസ്സിലില്ലാത്തിടത്തോളം കാലം വശ്യത്തെ തേടി ആളെത്തും. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വശ്യം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വശ്യമാണ്. തീർച്ചയായും ഇതേ വശ്യം നമുക്ക് വേറെ ഒരു തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതായത് ഇപ്പം നമുക്ക് ഓഫീസുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് സ്പേസുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാൻ ഈ വശ്യം ഉപയോഗിക്കാമല്ലോ. തീർച്ചയായിട്ടും സാധിക്കും. അതിനാണ് നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെയാണ് അത് കൂടുതൽ വരുന്നത്. എടുക്കുന്ന വരുന്ന എംപ്ലോയീസിനെ അവരുടെയൊക്കെ നാളൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്. ഇവിടെ കേരളത്തിൽ, ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, ഞാൻ അത് കേട്ടിട്ടുണ്ട്. അവര് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം ചോദിക്കും, ടൈമും കൂടി ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് ടൈം. അതൊക്കെ ഇത് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അവിടെ ഒരു ഹാർമണി ഉണ്ടാകും എന്നുള്ളതൊക്കെ അസ്ട്രോളജിക്കൽ പരമായിട്ട് അവരതിനെ എന്തായാലും സ്ഥാപനത്തിൻ്റെ ഉണ്ട്. അങ്ങനെ ചെയ്താൽ അത് അങ്ങനെ നമ്മൾ ബിസിനസ് സംരംഭങ്ങൾ ഉയർത്താനും ക്ലയൻസിൻ്റെ ബാലൻസ് ചെയ്യാനും എംപ്ലോയീസ് തമ്മിലൊരു യൂണിറ്റി ഉണ്ടാകാനും ഒക്കെ ഈ വശ്യം താന്ത്രികമായ രീതിയിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ വയ്ക്കുന്നതും ആ രീതിയിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ പണത്തെയും നമുക്ക് വശീകരിച്ച് തീർച്ചയായിട്ടും വശ്യം വരുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ആകുമ്പോൾ ക്ലയൻസ് വരുമ്പോൾ ഓക്കെ, അത് ഒരു ഡീലല്ലേ അവിടെ. അപ്പോൾ അത് പണവുമായിട്ടും എന്തുമായിട്ടും, സ്നേഹത്തിന് വേണ്ടിയാണെങ്കിൽ സ്നേഹം, പണത്താണ് ഉദ്ദേശിക്കുന്നത് പണം. പിന്നെ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വശ്യം കൂടുതലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ വരുമ്പോഴാണ് വിട്ടുപോയതെല്ലാം നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ എത്തും എന്നുള്ളൊരു ഒരു മനസ്സിന്റെ പക്വത നമുക്ക് നേടിയെടുക്കുന്നത് വരെ നമ്മൾ വശ്യത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വശ്യം എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായൊരു പരിഹാരം അല്ല.
അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് അയാളിലേക്ക് ഇടിച്ചു കയറി അയാളെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് അത്രയേറെ നല്ല കാര്യമായിട്ട് അതായത് നല്ലതിന് വേണ്ടി മാത്രം വശ്യം ഉപയോഗിക്കുക, നമുക്ക് നല്ലതുണ്ടാവാൻ വേണ്ടി മാത്രം. അതായത് നമുക്ക് സ്വന്തമായിട്ട് വശ്യം നന്നായ രീതിയിൽ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടി ദേവി ഉപാസന ചെയ്യുക, നിരന്തരം ജപങ്ങൾ നടത്തുക, വീട്ടിൽ സ്ഥിരമായ ഒരു പങ്ക്ച്വലായിട്ട് വിളക്ക് കത്തിക്കുക, വിളക്ക് നാമജപം, ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓറ പോസിറ്റീവ് ആകുകയും അവരിലേക്കൊരു വശ്യം തനിയെ വരികയും ചെയ്യും. അപ്പം അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയും കൂടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരാൾ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ഡേഞ്ചറസ് സോണിലേക്ക് അയാൾ പോവില്ല. അതെ, ശരിക്കും വശ്യം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത്. തീർച്ചയായും ആകർഷണീയതാന്ന് വേണമെന്ന് മാറ്റി പറയേണ്ടി വരും. എനിക്കൊരു വശ്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കാനാണ് വിളിക്കുന്ന ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. വശ്യം ഒരു പിടിച്ചു മേടിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന വളരെ സൂക്ഷിച്ചു വേണം എന്നേ ഞാൻ പറയുള്ളൂ.